ദൈവവചന സന്ദേശത്തിനായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. 2 Corinthians chapter 2 and verse 14 വായിക്കാം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളിലൂടെ തന്റെ പരിജ്ഞാനത്തിന്റെ പരിമളം പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് ക്രിസ്തുവിൽ കൂടെ വെച്ചിരിക്കുന്ന ആ അനുഗ്രഹത്തെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. ആരാണിത് ചെയ്യുന്നത്? ദൈവമക്കളെ ജയത്തോടെ ജയോത്സവമായി നടത്തുന്നത് ആരാണ്? അത് നമ്മുടെ ദൈവമാണ് നമ്മെ ജയത്തോടെ നടത്തുന്നത്. ഇനി ആരിൽ കൂടെയാണ് ജയത്തോടെ നടത്തുന്നത് എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൽ കൂടെയാണ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ചും കർത്താവിൻ്റെ ഇഷ്ടം വരുന്ന ദിവസങ്ങളിൽ നാം ജയത്തോടെ ജയകരമായ ഒരു ഓവർകമ്മിങ് ആയ ജീവിതം നയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് 2-3 എണ്ണപ്പെട്ട കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നാം ഒരു ജയകരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അതാണ്. എ വിക്ടോറിയസ് ആൻഡ് ഓവർകമ്മിങ് ലൈഫ് ഫോർ ഓൾ. ഈ ജയജീവിതം, അല്ലെങ്കിൽ ഇപ്പോഴത്തെക്കാളും ഉയർന്ന തലത്തിലുള്ള ഒരു ജീവിതം എല്ലായിടത്തും എല്ലാവർക്കും വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമാണ്. എപ്പോഴും അത് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം എല്ലായിടത്തും തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന ഞങ്ങൾ കൂടെ വെളിപ്പെടുത്തുന്ന ദൈവം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ജയകരമായ ക്രിസ്ത്യ ജീവിതം എന്നുള്ളത് വല്ലപ്പോഴും അല്ലെങ്കിൽ ഞായറാഴ്ച 3 മണിക്കൂർ മാത്രമല്ല. അത് ജീവിതത്തിലുടനീളം, ഓൾവേസ് ആൻഡ് ഇൻ എവറി സിറ്റുവേഷൻ, എല്ലായിടത്തും എന്ന് പറയുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും എന്ന് അർത്ഥമാക്കുന്നു. ഈ കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം കൂടെയാണ്. യേശുക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം ഓരോ ക്രിസ്ത്യ വിശ്വാസിക്കും ഒരു ജയകരമായ ജീവിതം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് എല്ലായ്പ്പോഴും, എല്ലാ സാഹചര്യങ്ങളിലും, എല്ലായിടത്തും അത് വർക്ക് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ബുദ്ധിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് തുടക്കമാണ്. എന്നാൽ അത് മാത്രം പോരാ. മുൻപ് ഞാൻ ഇംഗ്ലീഷിൽ ഒരു പുസ്തകം വായിച്ചു. സീക്രട്സ് ഓഫ് വിക്ടറി എന്നായിരുന്നു അതിൻ്റെ പേര്. അത് വളരെ എന്നോട് ഇടപെട്ടതുകൊണ്ട് ഞാനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു, അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ ജയജീവിതത്തിൻ്റെ ചില രഹസ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും വാസ്തവത്തിൽ നോക്കിയാൽ ഈ രഹസ്യങ്ങളൊക്കെ ഒരുവൻ മനസ്സിലാക്കി കഴിഞ്ഞാലും ജയജീവിതം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. അനേകം പേരും അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് ബുദ്ധിയിലിരിക്കുന്നേ ഉള്ളൂ, അറിവിലിരിക്കുന്നേ ഉള്ളൂ. അത് ഏറ്റെടുത്ത് അനുസരിച്ച് അതിനുവേണ്ടി വില കൊടുത്ത് ഒരു നിലപാടെടുക്കുന്ന പക്ഷം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ജയകരമായ ജീവിതം അതിൽ കിടക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ഓരോ സഹോദരന്മാരുമേ, നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ഇങ്ങനെയുള്ള ജയകരമായ ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം പ്രതീക്ഷിക്കുന്നു. സ്കൂളിലൊക്കെ ജയവും തോൽവിയും ഉണ്ട്. ഈ കാലത്ത് അത് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ ഒരാളങ്ങ് തോൽക്കും, പിന്നെ വീണ്ടും അവിടെ ഒരു വർഷം കൂടെ പഠിക്കും. 8-ാം ക്ലാസ്സിൽ വന്ന് അവിടെ തോറ്റുപോയി, വീണ്ടും അവിടെ പഠിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഓൾ പ്രൊമോഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ആ കാര്യം പലർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ വർഷങ്ങൾ തോറ്റു കിടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ 10-ാം ക്ലാസ് പരീക്ഷ എഴുതും, 2, 3, 4 പ്രാവശ്യം എഴുതിയാലും ചിലർ ജയിക്കുകയില്ല. തോറ്റ് ഇങ്ങനെ കിടക്കുന്നവരുണ്ട്. അപ്പോൾ ജയവും തോൽവിയും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണ്. ജയമുണ്ട്, ജയമില്ലാത്തവർക്ക് തോൽവിയുണ്ട്. എന്നാൽ നല്ലതായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് തോൽവിയുടെ രുചി പോലും അറിയേണ്ടി വരുന്നില്ല. അവർ തുടർച്ചയായിട്ടും എല്ലാ ക്ലാസ്സിലും ജയിച്ച് കയറി പോകുന്ന അനേകം പേരും ഉണ്ട്. അവരാണ് നമുക്കുള്ള മാതൃക. ക്രിസ്ത്യ ജീവിതത്തിലും അത് സ്കൂൾ പോലെയൊന്നും അല്ല, എങ്കിലും ആ ആശയം നമുക്ക് കടമെടുക്കുവാൻ സാധിക്കും. ജയകരമായ, ജയിച്ച് മുന്നേറുന്ന ദൈവമക്കളായിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ള ആ പ്രത്യാശയുടെ വചനം ഞാൻ ആദ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.
ചില വചനങ്ങൾ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വചനത്തിൽ, റോമൻസ് 6:14 ഇങ്ങനെയുള്ള ഒരു ജയമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് വായിച്ചു കേൾക്കാം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരായതിനാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. ഓക്കെ, പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. അവിടെ പാപത്തിന് തോറ്റുപോകുന്നവരെ കുറിച്ചാണ് പറയുന്നത്. പാപം നിങ്ങളുടെ മേൽ യജമാനനായിരിക്കുകയില്ല. നിങ്ങൾ ദൈവകൃപയ്ക്ക് അധീനരാകുന്നു. നാം കഴിഞ്ഞ ആഴ്ചയും ഈ വചനം കേൾക്കുകയുണ്ടായി. ദൈവകൃപയ്ക്ക് അധീനരായി താഴ്മയോടും എളിമയോടും ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പാപം അവരുടെ മേൽ അധികാരിയായിരിക്കുകയില്ല. അവർ പാപത്തിൽ തോറ്റുപോവുകയില്ല. പാപത്തെ ജയിച്ച് അതിജീവിക്കുന്ന ഒരു ജീവിതം ദൈവം അവർക്ക് നൽകും എന്ന് അർത്ഥം. അതെ, നമുക്കത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. അതേ അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുകയും നീതിക്ക് ദാസരായി തീരുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, അതിന്റെ അടിമകളായിരുന്നു, അതിൽ അടിക്കടി തോറ്റുകിടക്കുന്നവരായിരുന്നു. ആ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പാപകരമായ സ്വഭാവങ്ങളിൽ തോറ്റുപോകുന്ന അവസ്ഥ, കോപത്തിന് അടിമകളാകുന്ന അവസ്ഥ, ഭോഷ്കും വ്യാജവും ഒക്കെ പറയുന്ന സ്വഭാവത്തിന് ഉള്ള അടിമത്തം, മറ്റുള്ളവരോടുള്ള പ്രതികാര ബുദ്ധിയും പിണക്കവും വിരോധവും, അതും ഒരു പാപത്തിന്റെ അടിമത്തമാണ്. നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകളോട് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, അതും ഒരു പാപത്തിന്റെ അടിമത്തമാണ്. പണസ്നേഹം, മനുഷ്യരുടെ മാന്യത ഇഷ്ടപ്പെടുന്ന, അഭിനന്ദനം ഇഷ്ടപ്പെടുന്ന സ്വഭാവം, ഇതൊക്കെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പാപ സ്വഭാവങ്ങളാണ്. ഇവയിൽ തോറ്റുകിടക്കാതെ, ഈ പാപത്തിന്റെ ദാസന്മാരാകാതെ, അവയുടെ മേൽ ജയമുള്ളവരായി ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ജയകരമായ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ കർത്താവായ യേശു വെച്ചിരിക്കുന്നത്. ഞാൻ യേശു ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തം കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിൽ നോക്കിയാൽ യേശു തന്നെക്കുറിച്ച് തന്നെ പറയുന്നു, ഞാൻ ഒരു ജയാളിയായി തീർന്നു. ഐ ബിക്കെയിം ഓർ ഐ ആം ആൻ ഓവർകമർ എന്ന് യേശു പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വചനത്തിലാണ്. നിങ്ങളുടെ ബൈബിൾ തുറന്ന് വായിക്കണമേ. റെവലേഷൻ ചാപ്റ്റർ 3:21 നോക്കാം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇവിടെ യേശു പറയുകയാണ്, ആസ് ഐ ഓൾസോ ഓവർകെയിം ആൻഡ് സാറ്റ് ഡൗൺ വിത്ത് മൈ ഫാദർ ഓൺ ഹിസ് ത്രോൺ. യേശുവിന്റെ സാക്ഷ്യമാണിത്. ഞാനും ജയിച്ച് പിതാവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തപ്പെട്ടു. ഇതുപോലെ യേശു പറയുകയാണ്, നിങ്ങൾക്കും ജയാളികളാകാൻ സാധിക്കും. ജയിക്കുന്നവന്, ഹി ഹു ഓവർകംസ്, അവന് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുവാനുള്ള അനുവാദം, അവകാശം നൽകും. പ്രിയ സഹോദരന്മാരെ, ഇക്കാര്യം ശ്രദ്ധിക്കണമേ. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്. എന്താണ്? ജയിക്കുന്ന ഒരു ജീവിതം. യേശു എപ്രകാരം ഈ ലോകത്തിൽ പാപത്തോടും പിശാചിനോടും ദോഷകരമായ കാര്യങ്ങളോടും ഒക്കെ നേരിട്ട് ജയിച്ച് സാത്താനെ കീഴ്പ്പെടുത്തി ജീവിച്ചുവോ, അതുപോലെ പാപകരമായ വിഷയങ്ങളെ, ദോഷകരമായ കാര്യങ്ങളെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ, പിശാചിനെ തോൽപ്പിച്ച് ജയിച്ച് ജയാളിയായി ജീവിക്കുവാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. നാം ആരും ഞാൻ വളരെ ബലഹീനനായ വ്യക്തിയാണ്, എനിക്കൊരു കഴിവുമില്ല എന്ന് നാം പറയരുത്. ബലഹീനൻ തന്നെത്താൻ ബലവാൻ എന്ന് കരുതിക്കൊണ്ട് ദൈവവചനത്തിന്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഈ ജയജീവിതത്തിലേക്ക് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. നാം അതിന് ഒരുക്കമാണോ? കർത്താവിനോട് പറയാമോ, യേശുവേ, ഈ കേൾക്കുന്ന വചനങ്ങൾ സത്യമാണ്. ഇങ്ങനെയുള്ള ഒരു ജയജീവിതം അവിടുന്ന് എൻ്റെ മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ ആ ജീവിതം ഏറ്റെടുത്ത് അതിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവർക്കാണ് ഈ അനുഭവം ദൈവം വെച്ചിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ആ ഭാഗത്ത് പറയുകയാണ്, ബലാത്കാരികൾ ദൈവരാജ്യത്തിൽ അത് ബലപ്രയോഗം ചെയ്ത് കീഴടക്കും. ദ വയലന്റ് വൺസ് ദേ വിൽ എൻ്റർ ഫോഴ്സ്ഫുള്ളി. അവർ വളരെ ശക്തിയോടെ അതിൽ കടക്കും. ആ വചനം പറയുന്നു, യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ഇന്ന് വരെയും ദൈവരാജ്യത്തെ ആളുകൾ ബലപ്രയോഗം ചെയ്യുകയാണ്. അത് പോരാടി കീഴ്പ്പെടുത്തുവാൻ, അതിൽ കയറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മനസ്സ് വെച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, എനിക്ക് ഈ കാര്യം നേടിയേ പറ്റൂ, ദൈവരാജ്യത്തിൽ കടന്നേ പറ്റൂ. അതിനുവേണ്ടി ബലാത്കാരം എടുക്കുവാനും പാപത്തെയും ഈ ലോകത്തെയും പിശാചിനെയും തോൽപ്പിച്ച് അവരെ വെല്ലുവിളിച്ച് ദൈവകൃപയാൽ മുന്നേറി ജീവിക്കുവാൻ, വിശുദ്ധമായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ദൈവം ഇങ്ങനെയുള്ള ഒരു ജയകരമായ ജീവിതം ഇസ്രായേൽ മക്കൾക്കും വാഗ്ദാനം ചെയ്തിരുന്നു. അത് ആത്മീകമായ ഒരു ലെവലിലല്ല, മറിച്ച് ഭൗതികമായ ഒരു അളവിലാണ് ദൈവം അവർക്ക് വാഗ്ദാനം കൊടുത്തത്. അതിനെക്കുറിച്ചാണ് കനാൻ ദേശം എന്ന് പറയുന്നത്. കനാൻ ദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ആ വചനം കൂടെ വായിക്കാം. എഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാം വചനം എടുക്കാം. എസെക്കിയേൽ ചാപ്റ്റർ 20 and verse 6. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി കണ്ടെത്തിയതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ ദിവസം ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. ദൈവം കൈ ഉയർത്തി സത്യം ചെയ്ത ഒരു കാര്യമാണ്. ഇവിടെ ദൈവം കൈ ഉയർത്തി, അതൊരു അടയാളമാണ്, ഇതിന് മാറ്റമില്ല. എന്താ ഇസ്രായേൽ ജനങ്ങളോട് സംസാരിച്ചത്? അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും പിന്നെ ഞാൻ അവർക്ക് വേണ്ടി നോക്കി വച്ചിരുന്നതായ പാലും തേനും ഒഴുകുന്ന സർവ്വദേശങ്ങളുടെ മഹത്വമായ ആ ദേശത്തേക്ക്, അതായത് കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുവരും എന്നും ദൈവം കൈ ഉയർത്തി സത്യം ചെയ്തു. സഹോദരി സഹോദരന്മാരെ, അന്ന് ദൈവം കൈ ഉയർത്തി സത്യം ചെയ്ത ആ കാര്യത്തിന് ഇന്ന് മാറ്റം വന്നിട്ടില്ല. ഇസ്രായേൽ ജനങ്ങൾക്ക് അത് നിവർത്തിക്കപ്പെട്ടു. എങ്ങനെയാണ്? അവരെ കനാൻ ദേശത്തിൽ പ്രവേശിപ്പിച്ചു. അവർ ആ ദേശം അവകാശമാക്കി അനുഭവിച്ചു. എന്നാൽ ഇന്നും അത് സത്യമായി നിൽക്കുന്നു. യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ, ക്രിസ്തുവിന് കർത്തൃത്വം കൊടുത്തുകൊണ്ടുള്ള ജയകരമായ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെട്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഉയർന്ന ജീവിതമാണ് ഇന്ന് നമ്മെ സംബന്ധിച്ച് ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. എ ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി. ജയകരമായൊരു ജീവിതമാണ്. എന്നാൽ ഈ അധ്യായത്തിൽ നിങ്ങൾ താഴോട്ട് വായിച്ചാൽ വേറെ 2 പ്രാവശ്യവും ദൈവം കൈ ഉയർത്തി സത്യം ചെയ്യുന്നതായിട്ട് കാണാം. അത് രസകരമാണ്. ദൈവം ആദ്യം നല്ല കാര്യം സത്യം ചെയ്തു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം കൈ ഉയർത്തി അതിനെതിരായിട്ടും കൂടി അവരോട് സംസാരിക്കുന്നു. അവിടെ നമുക്ക് കാണാം, 16-ാം വാക്യം നോക്കുക. ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. അവിടെ റിവേഴ്സ് ചെയ്തു. ഞാൻ ഒരിക്കലും ഈ ദേശത്തേക്ക് എന്നോട് എതിർത്ത, എന്നോട് മത്സരിച്ച ഈ ജനങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുവരികയില്ല എന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. വീണ്ടും 24-ാം വചനത്തിൽ ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ചു കളയുമെന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. സഹോദരന്മാരെ, ദൈവം കാര്യങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചെയ്യുന്ന ദൈവമല്ല. ദൈവം ചിലപ്പോൾ ചില പണിഷ്മെന്റും ദൈവം പ്രസ്താവിക്കും. ഇവിടെ ആദ്യം ഏറ്റവും മനോഹരമായ
ജീവിതം സംബന്ധിച്ച കാര്യം ദൈവം അവരോട് സത്യം ചെയ്തു. എന്നാൽ അവർ ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അത് റിവേഴ്സ് ചെയ്തു. ഞാൻ നിങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് അവരോട് സത്യം ചെയ്തു. ഇത് നമ്മുടെ മുൻപിൽ ഒരു തിരുത്തലായിട്ട് ഇരിക്കട്ടെ. നാം ഈ രാജ്യത്തെ, ഈ ദേശത്തെ, ജയകരമായ ക്രിസ്ത്യ ജീവിതത്തെ മനസ്സ് വെച്ച് അന്വേഷിക്കാത്ത പക്ഷം നമുക്കത് അനുഭവിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതും ഒരു സത്യമായി അവശേഷിക്കുന്നു. എന്നാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവം സംസാരിച്ച വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്ത് ഈ ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നാം മനസ്സ് വയ്ക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൈ ഉയർത്തി സത്യം ചെയ്ത, വാഗ്ദത്തം നൽകിയ ആ കാര്യം ഇന്നും നമുക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ സാധിക്കും. കർത്താവേ, അങ്ങയുടെ വചനവും പ്രോമിസും വാഗ്ദത്തങ്ങളും ഓർക്കണമേ. എന്നെ മഹത്വകരമായ, അനുഗ്രഹീതമായ ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക്, ജയകരമായ ജീവിതത്തിലേക്ക് നടത്താം എന്നുള്ള അവിടുത്തെ വാഗ്ദത്തത്തെ ഓർക്കണമേ. എന്നെ അതിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ദൈവം അത് അവകാശമാക്കി നൽകുക തന്നെ ചെയ്യും. ഓക്കെ, ഞാൻ ഇതുവരെയും ജയകരമായ ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് അത് എന്താണ് എന്നുള്ള ഒരു ആമുഖമാണ് പറഞ്ഞു വന്നത്. എന്നാൽ ഇനിയും ഈ ജയജീവിതം എന്താണ് എന്നും കൂടെ ഞാൻ പറയട്ടെ. വാട്ട് ഈസ് ദിസ് വിക്ടോറിയസ് ലൈഫ്? അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നാണ് നാം ചിന്തിച്ചത്. നമുക്കത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നമുക്കത് പ്രാപിക്കുവാൻ കഴിയും എന്നാണ് നാം ചിന്തിച്ചത്. എന്നാൽ അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ലോക വ്യവസ്ഥിതിയെയും പാപകരമായ കാര്യങ്ങളെയും സാത്താനെയും എതിർത്ത് ജീവിക്കുന്ന, അവരെ തോൽപ്പിക്കുന്ന ഒരു ജീവിതമാണ് ജയജീവിതം എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് അഗൻസ്റ്റ് ദിസ് വേൾഡ്ലി സിസ്റ്റം, against all that is sinful and against the evil forces of Satan. ലോകം, ജഡമയത്വം അഥവാ പാപം, പിശാച് എന്നീ ത്രിമൂർത്തികളെ, ഈ ത്രിമൂർത്തി ശക്തികളെ കർത്താവിന്റെ നാമത്തിൽ എതിർത്തുകൊണ്ട് വിശുദ്ധമായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഈ ജയജീവിതം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെ നാം നേരിട്ട് എതിർത്തുകൊണ്ട് നിൽക്കുമ്പോൾ മറുവശത്ത് ദൈവം നമുക്ക് ഒരു ജയജീവിതത്തിലേക്ക് നമ്മെ നടത്തുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം എടുക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ നാം ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. 1 John chapter 2 verses 15 and 16. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അടുത്ത വാക്യം, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഇവിടെ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞ ശേഷം 16-ാം വാക്യം നോക്കുക. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകമയത്വം എന്ന് പറയുമ്പോൾ അതെന്താണ്? വേൾഡ്ലിനെസ്. അതിൽ ഈ ലോകത്തിന്റെ പൊങ്ങച്ചവും അഭിമാനവും അഹങ്കാരവും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ പല വിധത്തിലുള്ള മോഹങ്ങളും പ്രതാപങ്ങളും ഒക്കെ ഉണ്ട്. ദ പ്രൈഡ് ഓഫ് ലൈഫ്. മറ്റാർക്കുമില്ലാത്ത വലിയ സാധനങ്ങൾ, വലിയ വസ്തുക്കൾ സ്വന്തമാക്കി ഞങ്ങൾക്കിതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നുള്ള ആ ഒരു ചിന്താഗതി. വി ആർ ഹയർ ദാൻ യു, ഞങ്ങൾക്കിതെല്ലാം ഉണ്ട്, നിങ്ങൾക്കില്ലാത്തതൊക്കെ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പേരിൽ പ്രതാപം എടുക്കുക, ഒരു പ്രൈഡ് ഏറ്റെടുക്കുക, അത് ലോകത്തിൻ്റെ വകയാണ്. ദൈവമക്കൾക്ക് എന്തെല്ലാം ദൈവം തന്നാലും അതിൻ്റെ പേരിൽ അഭിമാനിക്കുകയില്ല, അഹങ്കരിക്കുകയില്ല. ദൈവം തന്നു, ദൈവം തിരിച്ചെടുക്കും. കുറെ കാലം ദൈവത്തിന് വേണ്ടി ഇതൊക്കെ നാം ഉപയോഗിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുള്ളത്. ദൈവം തന്നത് ഒക്കെയും ഭൗതികമായ എന്ത് വസ്തുക്കളും, അല്ലെങ്കിൽ മാന്യതയോ നേട്ടമോ സ്ഥാനമോ അധികാരമോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ഇതെല്ലാം ദോഷമുള്ള കാര്യങ്ങളല്ല.
ഇവയൊക്കെ പ്രതി അവ നിമിത്തം പൊങ്ങച്ചം വിചാരിക്കാതെ, നിഗളിക്കാതെ താഴ്മയോടെ ജീവിക്കുക. ഇവിടെ പറയുന്നു, ഈ ലോകത്തിന്റെ വസ്തുക്കൾ ഇതൊക്കെയാണ്. ജഡമോഹം, കണ്ണിന്റെ മോഹങ്ങൾ, ജീവിതത്തിന്റെ പ്രതാപം, ഇതൊക്കെയും ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണ്. ദൈവമക്കളായ നാം ലോകമയത്വത്തെ ജയിച്ച് അടക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നാം ജയിക്കേണ്ടത്? എന്താണ് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ ലോകത്തെയും ലോകമയത്വത്തെയും ദൈവമക്കൾ അതിനെ നേരിട്ട് അതിനോട് പോരാടി ജയിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോക മനുഷ്യർ വലുതെന്ന് കരുതുന്ന കാര്യങ്ങളെ, നമ്മുടെ കയ്യിൽ അതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നാം അതിനെ വലുത് എന്ന് കരുതുന്നില്ല. അതിനെ ഉപയോഗിച്ചുകൊള്ളുക, പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ മഹത്വം എടുക്കരുത്. അതിനുവേണ്ടിയുള്ള മോഹം നിമിത്തം നിങ്ങൾ അധ്വാനിക്കരുത്. ജയകരമായി ജീവിക്കുവാൻ, വിശുദ്ധമായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ലോകമയത്വം, അതുപോലെ പാപകരമായ അനേക കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പലപ്പോഴും ഈ വേദിയിൽ നിങ്ങൾ കേൾക്കാറുണ്ട്. ദൈവം വെറുക്കുന്ന പാപകരമായ കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങളുണ്ട്. നാം അതിനെ തള്ളിപ്പറഞ്ഞ്, അതിനെ ഉപേക്ഷിച്ച്, എല്ലാ ദോഷകരമായ പാപകരമായ കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് പരിശുദ്ധമായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ പാപകരമായ കാര്യങ്ങളുടെയും മേൽ നമുക്ക് ജയം ദൈവം വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഗലാത്യരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്. എല്ലാ തരത്തിലുള്ള തിന്മകളും ദുഷ്ടതകളും, വിരോധവും പിണക്കവും കോപവും വഴക്കും പ്രതികാര ബുദ്ധിയും ക്ഷമിക്കാത്ത സ്വഭാവവും അഹങ്കാരവും, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഈ സ്വഭാവങ്ങളൊന്നും ക്രിസ്തീയമല്ല, ദൈവികമല്ല, ക്രിസ്തുവിൻ്റെതല്ല. അത് പൈശാചികമാണ്, സാത്താന്റെയാണ്. അതിനെ ദൈവമക്കൾ അതിൻ്റെ മേൽ ജയമെടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ദുഃഖിക്കുന്ന, ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ നാമും വെറുക്കുകയും അവയെ പാപം എന്ന് വിളിക്കുകയും ജീവിതത്തിൽ നിന്നും അവയെ തള്ളിക്കളയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാവിലെ ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ, ദൈവമേ, എനിക്ക് ഈ പാപ സ്വഭാവങ്ങളോട് ഒരു പോരാട്ടമുണ്ട്, അതിൻ്റെ മേൽ എനിക്ക് ജയം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ സാത്താന്റെ ശക്തികളുടെ മേലും നമുക്ക് ജയം ദൈവം വെച്ചിട്ടുണ്ട്. എവിടെയാണ് സാത്താൻ നമ്മെ ഉപദ്രവിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ വരുന്നത്? സാത്താൻ നേരിട്ട് നമ്മളെ തോൽപ്പിക്കാൻ വരുന്നത് പലപ്പോഴും പല തരത്തിലുള്ള ആകുല ചിന്തകൾ കൊണ്ടായിരിക്കും. ഫിയർ ഫോർ ടുമോറോ, ആങ്സൈറ്റി ഫോർ ടുമോറോ, ആകുല ചിന്തകൾ. എന്ത് സംഭവിക്കും, എന്താകും, വല്ലതും സംഭവിക്കുമോ, മരിച്ചു പോകുമോ, അല്ലെ, ആക്സിഡന്റ് വരുമോ, ഇന്ന രോഗം വല്ലതും വരുമോ? ആ രോഗത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ചിലർക്ക് അതിന്റെ പേര് കേൾക്കാൻ വലിയ വിഷമമാണ്. ചില രോഗങ്ങളുണ്ടല്ലോ, അത് വന്നാൽ മരിച്ചു പോകുന്ന അവരുടെ ചിന്ത. മരണത്തെ വളരെ ഭയമുള്ള വിശ്വാസികൾ കുറച്ചുപേരൊന്നുമല്ല, ധാരാളം പേരുണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ മരണഭയത്തിൽ നിന്നൊക്കെ വിടുവിച്ച്, പിശാചിനോടുള്ള ഭയത്തിൽ നിന്ന് വിടുവിച്ച്, അവനെ വെല്ലുവിളിക്കുന്നവരാക്കി നമ്മെ മാറ്റേണ്ടത് ആവശ്യമാണ്. എല്ലാ തരത്തിലുള്ള ഭയവും ആകുല ചിന്തയും നിരാശയും ഇതൊക്കെ സാത്താൻ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇവയിൽ നിന്നും നമുക്ക് മോചനം ആവശ്യമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിജയവും വിടുതലും നൽകും, ഞാൻ നിങ്ങളെ ഈ കാര്യത്തിൽ നിന്ന് വിടുവിക്കും എന്ന് കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനം അങ്ങനെയാണ്. ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും ജയത്തോടെ നമ്മെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണല്ലോ നാം വായിച്ചു കേട്ടത്. നമുക്കൊരു യുദ്ധമുണ്ട് എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. എഫേസ്യർ 6-ാം അധ്യായം എടുക്കാം. എഫേസ്യരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം. എഫീഷ്യൻസ് ചാപ്റ്റർ 6 and verse 12 വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശ മണ്ഡലത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവമക്കളായ നമുക്ക് എന്തുണ്ട്? ഒരു പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിൽ ഒന്നുകിൽ ജയം അല്ലെങ്കിൽ തോൽവി. നാം കർത്താവിന്റെ പക്ഷത്തിൽ നിൽക്കുകയാണെങ്കിൽ ജയം ഉറപ്പാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല നാം ജയിക്കുന്നത്. നാം വായിച്ചല്ലോ, ക്രിസ്തുവിൽ ദൈവമാണ് നമ്മളെ ജയോത്സവമായി നടത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഈ അനുഭവം സ്വന്തമാക്കുവാൻ സാധിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് വെച്ചാൽ എന്താണ്?
നമുക്ക് പോരാട്ടമുള്ളത് ചുറ്റുമുള്ള മനുഷ്യരോടല്ല എന്നർത്ഥം. നിങ്ങൾക്ക് മനുഷ്യരോട് പോരാട്ടവും വഴക്കും ഒക്കെ ഉണ്ടോ? ഇത് ഗൗരവമായി എടുക്കണമേ. ഏതെങ്കിലും മനുഷ്യരോട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, വഴക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പോരാട്ടത്തിൽ തോറ്റിരിക്കുകയാണ്. ദൈവമേ, എനിക്കിവിടെ വിജയം ആവശ്യമുണ്ട്. ഇന്നാരോട് ഉള്ള പിണക്കം, വിരോധം, അകൽച്ച, ക്ഷമിക്കാൻ കഴിയാത്തത് മാറ്റി അവരോടൊക്കെ സ്നേഹമായിരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജയജീവിതം ലഭ്യമായിരിക്കും. എന്നാൽ പിശാചിന്റെ ഈ പോരാട്ടത്തിൽ നാം തോറ്റുപോകാനും സാധ്യതയുണ്ട്. നാം ജയകരമായിട്ട് നിൽക്കണം. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, പിന്നെ പിശാചിന്റെ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ദുഷ്ടാത്മസേനയോടുമൊക്കെ അത്രേ. ഇവരെല്ലാം ചേർന്ന് നമ്മുടെ ആത്മാവിനോട് പോരാടുകയാണ്. അതിനെക്കുറിച്ചാണ് പത്രോസ് ഒരു ഭാഗത്ത് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മാക്കളോട് പോരാടുന്ന ദുഷ്ടശക്തികൾ എന്നൊരു പ്രയോഗം പറയുന്നു. നിങ്ങളുടെ ആത്മാവിന് വിരോധമായി പോരാടുന്ന ചില ശക്തികളുണ്ട്. അവയെ യേശുവിൻ്റെ നാമത്തിൽ ജയിച്ച് അടക്കി ജയകരമായി ജീവിച്ച് മുന്നേറുവാൻ ഇന്ന് രാവിലെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ പോരാട്ടത്തിൽ നമുക്ക് അരയും തലയും മുറുക്കി ജയകരമായി സന്തോഷത്തോടെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ സാധിക്കും. ഞാൻ ഇതുവരെ പറഞ്ഞത് ഈ നമ്മുടെ വിജയ ജീവിതം എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് എ വിക്ടോറിയസ് ലൈഫ്? അത് ലോകം, ജഡം, പിശാച് ഈ കാര്യങ്ങളോടുള്ള നമ്മുടെ പോരാട്ടത്തിൽ ജയിക്കുന്നതിനെയാണ് ജയജീവിതം എന്ന് പറയുന്നത്. അതിന് പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. ദൈവമക്കളുടെ കൂട്ടായ്മയും സഹകരണവും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നാം ഒത്തുകൂടി ഇവിടെ ആരാധനയ്ക്കായി ഇങ്ങനെ എല്ലാവരും ചേർന്ന് സമൂഹമായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ വീടുകളിലൊക്കെ കൂടുന്നത്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഈ പോരാട്ടത്തിൽ നാം ആരും തളർന്നു വീണു പോകരുത്. അവസാനം വരെയും ഈ പോരാട്ടത്തിൽ നിലനിൽക്കുകയും ജയകരമായി ജീവിച്ച് നല്ല ഒരു അന്ത്യം പ്രാപിക്കുകയും വേണം. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ഈ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിയുന്നത്? ഹൗ ടു ബി വിക്ടോറിയസ്, ഹൗ ടു ബി ഓവർകമേഴ്സ്. എങ്ങനെയാണ് ഇത് സാധിക്കുക? അതിനെ സംബന്ധിച്ച് 5 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ കൂടുതലും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ ചിലപ്പോൾ സാധിക്കും. ബൈബിളിൽ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്ന 5 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, ജയകരമായ ജീവിതത്തിന് ഉള്ള ഒന്നാമത്തെ കാര്യം അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ ദൈവകൃപയുടെ കീഴിൽ നാം ആയിരിക്കുക എന്നുള്ളതാണ്. ബീയിങ് അണ്ടർ ദ ഗ്രേസ് ഓഫ് ഗാഡ്. അങ്ങനെയാണ് ജയജീവിതം സാധ്യമാകുന്നത്. നാം ആ വാക്യം വായിച്ചു കഴിഞ്ഞു. റോമർ 6-ാം അധ്യായം 14-ാം വാക്യം വീണ്ടും നമുക്ക് കേൾക്കാം. റോമൻസ് 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരായതിനാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. പാപം നിങ്ങളുടെ മേൽ അധികാരിയായി യജമാനനായിരിക്കുകയില്ല. നിങ്ങൾക്ക് പാപത്തിന്റെ മേൽ ജയമുണ്ടാകും. എപ്പോൾ? നിങ്ങൾ ദൈവകൃപയ്ക്ക് അധീനരായിരിക്കുമ്പോൾ. ഇത് വളരെ ലളിതമായ ഒരു സത്യമാണ്, എങ്കിലും ഇത് വളരെ ഗഹനമായ ഒരു കാര്യവുമാണ്. ടു ബി അണ്ടർ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവകൃപയ്ക്ക് കീഴിൽ അതെങ്ങനെ സാധിക്കും? അത് താഴ്മയോടെ, എളിമയോടെ, നമ്മെ തന്നെ ആവശ്യക്കാരായി ദൈവകൃപയുടെ കീഴിൽ നാം പോയി നിൽക്കണം. അതിനാണ് ഹ്യൂമിലിറ്റി അഥവാ താഴ്മ എന്ന് പറയുന്നത്. താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത്. അവർക്കാണ് ഈ ജയജീവിതം ലഭിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, ആർക്കാണ് ജയജീവിതം കിട്ടാൻ കഴിയാത്തത്? ഈ കൃപ പ്രാപിക്കാത്തവർക്ക് ജയജീവിതം സാധ്യമല്ല. ആർക്കാണ് കൃപ കിട്ടാത്തത്? താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാത്തവർക്ക്, തങ്ങൾ വലിയവരാണെന്ന് അഹങ്കരിച്ച് പൊങ്ങച്ചം വിചാരിക്കുന്നവർക്ക് ഈ കൃപ ലഭിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപ താഴ്മയുള്ളവർക്ക് കിട്ടുന്നു. അവർക്ക് ജയകരമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു. അത് വളരെ ലളിതമായ ഒരു സത്യമാണ്.
ഗ്രേസ് ഈസ് ഈക്വൽ ടു ദ പവർ ഓഫ് ഗാഡ്. 2 കൊരിന്ത്യർ 12 അധ്യായം 9 വാക്യം വായിച്ചു നോക്കാം. 2 Corinthians chapter 12 and verse 9. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിലാകുന്നു പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ മുള്ള് മാറ്റിത്തരണമേ. എന്നാൽ 3 പ്രാവശ്യം അപേക്ഷിച്ചു, ദൈവം അത് മാറ്റിക്കൊടുത്തില്ല. എന്നിട്ട് കർത്താവ് പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതിയായതാണ്, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അവിടെ ആ 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ വർത്തമാനകാലത്തിലെ ദൈവകൃപ എന്ന് പറയുന്നത് പാപത്തെ അതിജീവിച്ച് ജയകരമായി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് എന്ന് കാണാൻ സാധിക്കും. ഗോഡ്സ് ഗ്രേസ് ഈസ് ഈക്വലന്റ് ടു ഹിസ് പവർ. അതുകൊണ്ട് ജയകരമായ ജീവിതത്തിന്റെ അതെങ്ങനെ സാധിക്കും, എങ്ങനെ എന്ന് ചോദിച്ചാൽ, 1 ദൈവകൃപയ്ക്ക് അധീനരായി താഴ്മയോടെ നമ്മെ തന്നെ എളിമപ്പെടുത്തി അഹങ്കരിക്കാതെ താഴ്മയുള്ള മനസ്സോടെ എളിമയോടെ ജീവിക്കുക. അതാണ് ഒന്നാമത്തെ ഉത്തരം. 2ാമത്തെ ഉത്തരം, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പരിശീലിക്കുക. അതിൽ കൂടെയാണ് ജയകരമായ ജീവിതം ഉണ്ടാകുന്നത്, വിടുതൽ ഉണ്ടാകുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോഴാണ്. നമ്മുടെ ദൈവം ആരാണ്, എങ്ങനെയുള്ളവനാണ്, എത്ര ഉയർന്നവനാണ്, എത്ര സർവശക്തനും വലിയവനുമായ ദൈവമാണ്, മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഈ കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അവിടത്തേക്ക് ആരാധനയും സ്തുതികളും അർപ്പിക്കുമ്പോൾ അത് വിജയത്തിന് കാരണമായി തീരുന്നു. ദൃഷ്ടാന്തമായി പൗലോസിന്റെയും ശീലാസിന്റെയും കാര്യം ഓർക്കുക. നമുക്ക് അവരെക്കുറിച്ച് ആ സംഭവം അറിയാം. അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് അവരെ അധികാരികൾ അറസ്റ്റ് ചെയ്തു, വളരെ അടികൾ കൊടുത്തു, അവരെ മുറിപ്പെടുത്തി. ആ ജയിലിന്റെ ഉള്ളറയിൽ അവരുടെ കൈകാലുകൾ പൂട്ടിയിട്ടു, ചങ്ങലയിട്ട് പൂട്ടി. അങ്ങനെ അവർ വേദനിച്ച് അവിടെ കിടക്കുമ്പോൾ ആ വേദനയിലും അപമാനത്തിലും നിരാശപ്പെട്ടു പോകാതെ അവർ എന്ത് ചെയ്തു? അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രവും നന്ദിയും പറഞ്ഞു. ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ ഒരു വിജയം ഉണ്ടായി. അവരുടെ ചങ്ങലകളൊക്കെയും അഴിഞ്ഞു വീണു. അവർ വിടുതൽ പ്രാപിച്ചു. അവരിറങ്ങി ഓടിപ്പോയില്ല. അവരവിടെ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സ്തോത്രം ചെയ്തുകൊണ്ടും ഇരുന്നു. ഒരത്ഭുതം പ്രവർത്തിച്ചു, വിടുതലുണ്ടായി. ആ ജയിലിന്റെ അധികാരിയും കുടുംബവും യേശുവിനെ സ്വീകരിച്ചു. അവർ ആ രാത്രിയിൽ തന്നെ സ്നാനപ്പെട്ടു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ചങ്ങലകൾ അഴിഞ്ഞു വീഴും, വിജയം ലഭ്യമാകും. അതാണ് 2ാമത്തെ ഉത്തരം. മറ്റൊരു ദൃഷ്ടാന്തം കൂടെ ഞാൻ കാണിക്കാം. അത് യഹൂദ്യ ദേശത്തെ രാജാവായിരുന്ന അബിയാവിനെ കുറിച്ചാണ്. നമുക്ക് ആ ഭാഗം എടുക്കാം. 2 ദിനവൃത്താന്തം 13 അധ്യായം എടുക്കാം. 2 Chronicles chapter 13. അതിന്റെ ആദ്യത്തെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. യൊരോബെയാം രാജാവിന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ അബിയാവ് യെഹൂദയിൽ രാജാവായി. അവൻ 3 വർഷം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മിഖായ എന്നു പേരായിരുന്നു. അവൾ ഗിബിയാക്കാരനായ ഊരിയേലിന്റെ മകളായിരുന്നു. അബിയാവും യൊരോബെയാമും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. അബിയാവ് 4 ലക്ഷം യോദ്ധാക്കളുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി. യൊരോബെയാം അവനെതിരെ 8 ലക്ഷം വീരയോദ്ധാക്കളെ അണിനിരത്തി. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടുത്തെ പശ്ചാത്തലം? എന്താണ്? തെക്കേ ദേശത്തുള്ള യഹൂദ്യ രാജ്യം 2 ഗോത്രങ്ങൾ മാത്രമേ അതിലുള്ളൂ, ചെറിയ രാജ്യമാണ്. വടക്കേ ദേശത്തുള്ള ഇസ്രായേൽ ദേശം 10 ഗോത്രങ്ങളുള്ള വലിയൊരു രാജ്യമാണ്. ഈ 2 രാജാക്കന്മാർ തമ്മിൽ ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായി. വടക്കേ ദേശത്തെ രാജാവ് വലിയ എത്ര പേരും കൊണ്ടാണ് വന്നത്? 8 ലക്ഷം പടയാളികളെ അണിനിരത്തി. ഒരു വലിയ ഹ്യൂജ് ആർമിയാണ്. എന്നാൽ തെക്കേ ദേശത്തെ ചെറിയ രാജാവിന് എത്ര പട്ടാളക്കാരുണ്ട്? അതിന്റെ നേരെ പകുതിയേ ഉള്ളൂ, 4 ലക്ഷമേ ഉള്ളൂ. നമുക്കറിയാം, 4 ലക്ഷം പടയാളികളും 8 ലക്ഷം പടയാളികളും തമ്മിൽ ചേർന്ന് യുദ്ധം ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അബിയാവ്
മനസ്സിലാക്കി തന്റെ സൈന്യം ചെറുതാണ്, 4 ലക്ഷം പേരേ ഉള്ളൂ, 8 ലക്ഷത്തെ നേരിടുവാനുള്ള ശക്തി തനിക്കില്ല എന്ന് മനസ്സിലാക്കി അവിടെ വളരെ ബുദ്ധിയോടെ സംസാരിച്ചു. വടക്കേ ദേശക്കാരായ ഇസ്രായേലരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നേരെ യുദ്ധത്തിന് വരരുത്, ഞങ്ങൾ യഹോവയുടെ നാമത്തിൽ ജീവിക്കുന്നവരാണ്, ഞങ്ങളെ ഉപദ്രവിക്കണ്ട. ഞങ്ങൾ പുരോഹിതന്മാരെല്ലാം ചേർന്ന് ദൈവത്തിന് ആരാധന കഴിച്ചും യാഗം കഴിച്ചും മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ, ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ യൊരോബെയാം സമ്മതിച്ചില്ല. യുദ്ധം ചെയ്യാനായിട്ട് അവർ 8 ലക്ഷം പേരായിട്ട് വന്നു. പിന്നെ സംഭവിച്ച കാര്യമാണ്, ഈ യുദ്ധത്തിൽ അവർ എന്ത് ചെയ്തു നോക്കുക. 14ഉം 15ഉം വാക്യങ്ങൾ വായിക്കാം. സെയിം ചാപ്റ്റർ, വേഴ്സസ് 14 and 15. യഹൂദിയർ സൈന്യത്തെ മുൻപിലും പിൻപിലും കണ്ടപ്പോൾ യഹോവയോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളം ഊതി, യഹൂദ പുരുഷന്മാർ യുദ്ധഭേരി മുഴക്കി. ഇതാണ് അവർ ചെയ്തത്. യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ അവർ യഹോവയോട് നിലവിളിച്ചു. കാഹളമൂതി, യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അല്ലെങ്കിൽ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു, അവർ ആർത്തു വിളിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വചനം, യഹൂദ പുരുഷന്മാർ യുദ്ധഭേരി മുഴക്കിയപ്പോൾ ദൈവം യൊരോബെയാമിന്റെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവിന്റെയും യഹൂദരുടെയും മുമ്പിൽ പരാജയപ്പെടുത്തി. ഈ വലിയ 8 ലക്ഷം പേരുള്ള വലിയ ആ സൈന്യം ഈ 4 ലക്ഷം പേരുള്ളവരുടെ മുമ്പിൽ തോറ്റ് പരാജയപ്പെട്ട് ഓടിപ്പോയി. ദൈവമാണ് അവർക്ക് വിജയം കൊടുത്തത്. അവരുടെ വാളും കുന്തവും കൊണ്ടൊന്നും അല്ല, ദൈവം അവരെ തോൽക്കുമാറാക്കി. വടക്കേ ദേശക്കാർ ഓടിപ്പോയി എന്ന് മാത്രമല്ല, താഴോട്ട് വായിച്ചാൽ ആ 8 ലക്ഷത്തിൽ 5 ലക്ഷം പേരെയും ഈ തെക്കേ ദേശക്കാര് ഒന്ന് നശിപ്പിച്ചു കളഞ്ഞു. ജയത്തിനുള്ള രണ്ടാമത്തെ കാര്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലായ്പ്പോഴും നന്ദിയും സ്തോത്രവും ആരാധനയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ, നാവിൽ ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, സ്തോത്രത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിലൂടെ, പ്രാർത്ഥനയിലൂടെ വിജയമുണ്ട്. മൂന്നാമത്തെ കാര്യം, ആത്മീയ ജീവിതത്തിലെ വിജയം, ഓവർകമ്മിങ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്താലാണ്. ദൈവം നൽകിയ വിശ്വാസമാണ്, നമ്മുടെ നാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വിശ്വാസമൊന്നുമല്ല. ദൈവം തരുന്ന ആ വിശ്വാസം ഉപയോഗിച്ച് നമുക്ക് സാഹചര്യങ്ങളെ ജയിക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ ജയിക്കുവാൻ സാധിക്കും. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാം വാക്യം നോക്കുക. 1 John chapter 5 and verse 4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തിന്മേലുള്ള ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തിന്മേലുള്ള ജയമോ എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. ഈ ലോകത്തിന്റെ ശക്തികൾ, ലോകമയത്വം, അതായത് ജഡമോഹം, കൺമോഹം, ഈ ജീവിതത്തിന്റെ പ്രതാപവും പൊങ്ങച്ചവും, ഈ ലോകമയത്വം നമ്മെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ, ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാണ്. കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിലേക്ക് നോക്കി കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ലോകത്തിന്റെ മേൽ, പാപത്തിന്റെ മേൽ ഒക്കെ വിജയമുണ്ട്. കർത്താവിന് സ്തോത്രം. നമുക്ക് ഇസ്രായേൽ ജനങ്ങളുടെ കാര്യം നോക്കിയാൽ, അവർ മിസ്രയീം വിട്ട് മരുഭൂമിയിൽ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ മോശെ 12 ഒറ്റുകാരെ അയച്ചു. കനാൻ ദേശം ഒന്ന് പോയി നോക്കിയിട്ട് വാ, എങ്ങനെയുണ്ടെന്ന് നോക്കുവാനായിട്ട് ഒറ്റുകാരെ അയച്ചു. 12 പേരെ അയച്ചു. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ ചൂസ് ചെയ്ത് 12 പ്രഭുക്കന്മാരടങ്ങുന്ന ഉയർന്ന കഴിവുള്ള നല്ല ആളുകളെ 12 പേരെ തിരഞ്ഞെടുത്ത് വിട്ടു. അവർ പോയി ദേശം ഒറ്റുനോക്കി. നമുക്ക് ആ സംഭവം അറിയാം. അത് സംഖ്യാപുസ്തകത്തിലുണ്ട്, ഞാൻ വായിക്കുന്നില്ല. സംഖ്യാപുസ്തകം അതിന്റെ 14-ാം അധ്യായം ആദ്യത്തെ 10 വാക്യങ്ങൾ വായിച്ചാൽ അത് കാണാൻ സാധിക്കും. 10 ഒറ്റുകാരും വന്ന് പറഞ്ഞു, അവിടെയുള്ള ആളുകൾ മഹാമല്ലന്മാരും നമുക്ക് ജയിക്കാൻ കഴിയാത്തവരുമാണ്. അവരുടെ മുമ്പിൽ പോയപ്പോൾ ഞങ്ങൾ തീരെ ചെറിയ മനുഷ്യരെ പോലെ ഞങ്ങൾക്ക് തോന്നി. അവർ വലിയ പൊക്കമുള്ളവരും അതികായന്മാരും കഴിവുള്ളവരും ഒക്കെയാണ്. എന്നാൽ 2 പേര്, അവരാരൊക്കെയാണ്? യോശുവയും കാലേബും. അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടേണ്ട, നമുക്ക് കർത്താവിന്റെ നാമത്തിൽ പോയി അവരെ കീഴ്പ്പെടുത്താം. അവർ നമുക്ക് ഇരയായി തീരും, നമുക്ക് അവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും, ഭയപ്പെടേണ്ട. ദൈവം അവരുടെ മേൽ നമുക്ക് ആധിപത്യം തരും. ആ നല്ല ദേശം, എന്താണ് ഈ നല്ല ദേശം എന്ന് പറയുന്നത്? കനാൻ ദേശം. അത് ആത്മീയ അർത്ഥം എന്താണ്? ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം. അതിനെക്കുറിച്ചാണ് ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. യോശുവയും കാലേബും പറഞ്ഞു, ഈ ജയകരമായ ക്രിസ്ത്യ ജീവിതം ദൈവം നമുക്ക് നിശ്ചയമായിട്ടും നൽകും.
അതിനെ നാം ഭയപ്പെടേണ്ട, അത് ദൈവം നമുക്ക് നൽകും എന്ന് അവർ രണ്ടുപേർ പറഞ്ഞു. എന്നാൽ നമുക്കറിയാം, അവിശ്വാസികളായ ആളുകൾ ആരും ആ ദേശത്ത് പ്രവേശിച്ചില്ല. 6,00,000 പേരിൽ ഈ 2 പേര് മാത്രമേ, യോശുവയും കാലേബും മാത്രമേ കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ സാധിച്ചുള്ളൂ. മറ്റുള്ള എല്ലാവരും അവിശ്വാസമുള്ളവരായിരുന്നു. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ, വിശ്വാസത്തോടെ നിലകൊണ്ട ഈ 2 പേര് മാത്രമേ അവിടെ കടന്നുള്ളൂ. ഇന്ന് രാവിലെ ദൈവമക്കളെ, വിശ്വാസത്തോടെ യേശുവെ അവിടുന്ന് വാഗ്ദാനം ചെയ്ത ഈ ജയജീവിതം, ഈ വിശുദ്ധമായ, നിർമ്മലമായ, പവിത്രമായ, താഴ്മയുള്ള ഈ ജീവിതം അവിടുന്ന് എനിക്ക് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാമോ? ദൈവം നമുക്ക് ഈ വിജയകരമായ ജീവിതം നൽകും എന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. എങ്ങനെ ജയകരമായിട്ട് ജീവിക്കാൻ സാധിക്കും? അത് സ്നേഹവും അനുസരണവുമാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹവും അനുസരണവുമാണ് അതിൻ്റെ ഘടകം എന്ന് പറയുന്നത്. അത് നമുക്കില്ലെങ്കിൽ ജയകരമായിട്ട് ജീവിക്കുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് നോക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും, അഥവാ അനുസരിക്കും, അഥവാ കാത്തുകൊള്ളും. യേശുവിനോടുള്ള സ്നേഹം ഇന്ന് രാവിലെ ഏറ്റു പറയാമോ? യേശുവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അവിടുത്തെ വചനങ്ങൾ ഞാൻ ഏറ്റെടുത്ത് അനുസരിക്കുവാൻ ഒരുമ്പെട്ടിരിക്കുന്നു, മനസ്സ് വെച്ചിരിക്കുന്നു. എല്ലാ ദോഷങ്ങളെയും പകച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹനിമിത്തം പാപകരമായ എല്ലാ കാര്യങ്ങളെയും ഞാൻ തള്ളിപ്പറയുന്നു. എനിക്ക് ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങയോട് ചേർന്ന് നടക്കും. ക്രിസ്തുവിനോടുള്ള സ്നേഹവും അനുസരണവും ജയജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. 5-ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിജയകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ മറ്റൊരു കാര്യമാണ് ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുക എന്നുള്ളത്. കീപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ക്ലീൻ കോൺഷ്യൻസ്. ഈ നല്ല മനസാക്ഷി ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് നാം വായിക്കുന്നു. ആ ഭാഗം കൂടെ നമുക്ക് ഒടുവിലായിട്ട് വായിക്കാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളാണ്. 1 Timothy chapter 1 verses 18 and 19. മകനെ തീമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾ അനുസരിച്ച് നീ നന്നായി പോരാടണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. വിശ്വാസവും നല്ല മനസാക്ഷിയും മുറുകെ പിടിക്കുക. ചിലർ അത് ഉപേക്ഷിച്ച് തങ്ങളുടെ വിശ്വാസ കപ്പൽ തകർത്തു കളഞ്ഞു. വിശ്വാസവും നല്ല മനസാക്ഷിയും സൂക്ഷിച്ചുകൊള്ളുക. ഈ കാര്യങ്ങളെ ചിലർ തള്ളിക്കളഞ്ഞു, സാരമില്ല എന്ന് വിചാരിച്ചു. എന്താണ് അവർക്കുണ്ടായ ഫലം? അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി, അവർ തോറ്റുപോയി, അവർ പട്ടുപോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിശ്വാസ കപ്പൽ അവസാനത്തോളം ജയകരമായി യാത്ര ചെയ്യണമെങ്കിൽ, മുമ്പോട്ട് ഓടണമെങ്കിൽ നല്ല ഒരു മനസാക്ഷി സൂക്ഷിക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു നല്ല മനസാക്ഷി. എ ബ്ലെയിംലെസ് ആൻഡ് ക്ലീൻ കോൺഷ്യൻസ് ടുവേർഡ് ഗാഡ് ആസ് വെൽ ആസ് ടുവേർഡ് ഓൾ പീപ്പിൾ. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ചിന്തിച്ചു വന്ന വിഷയം നമുക്ക് അതൊന്നുകൂടെ ചിന്തിച്ചിട്ട് അവസാനിപ്പിക്കാം. നാം എന്താണ് ഇന്ന് രാവിലെ മുതൽ ചിന്തിച്ചത്? 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം ആദ്യം വായിച്ച ആ വാചനം വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. 2 Corinthians chapter 2 verse 14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളിലൂടെ തന്റെ പരിജ്ഞാനത്തിന്റെ പരിമളം പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇതാണ് ചിന്തിച്ചു വന്നത്. ജയകരമായ ഒരു ജീവിതം അതാരാ തരുന്നത്? ദൈവമാണ് തരുന്നത്. ആരിൽ കൂടെയാണ് ലഭിക്കുന്നത്? ക്രിസ്തുവിൽ കൂടെയാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും, എല്ലായിടത്തും, ഏത് സാഹചര്യത്തിലും ദൈവമക്കൾക്ക് ജയകരമായ, ഈ പറഞ്ഞ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിന്റെ ചിത്രമായ, ജയകരമായ, സന്തോഷകരമായ, സമാധാനമുള്ള, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, മറ്റുള്ളവരുടെ കരുണയോടെ ഇടപെടുന്ന, സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു നല്ല ജീവിതം. അതാണ് ജയകരമായ ക്രിസ്ത്യ ജീവിതം. അതാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതെന്താണെന്നൊക്കെ നാം കേട്ടുകഴിഞ്ഞു. ലോകം, ജഡം, പിശാച് ഇവയോടൊക്കെയുള്ളൊരു പോരാട്ടത്തിൽ ജയിക്കുന്നതാണ്
അത് പിശാചിന്റെ ശക്തികളോട് പോരാടി ജയിക്കുന്നതാണ്. അത് പരിശുദ്ധാത്മാവിനാൽ നിലനിൽക്കുന്നതാണ്. അതെങ്ങനെ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്നു, സ്തോത്രം ചെയ്യുമ്പോൾ ലഭിക്കുന്നു, വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ അത് കിട്ടുന്നു, ക്രിസ്തുവിനോടുള്ള സ്നേഹവും അനുസരണവും മുറുകെ പിടിക്കുമ്പോൾ അത് ലഭിക്കുന്നു, ഒരു നല്ല മനസാക്ഷി മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ജയകരമായ ജീവിതം സാധ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കാർക്കും അസാധ്യമായ വലിയ ഒരു പർവ്വതമല്ല. നമുക്കൊക്കെ ലഭ്യമായ എല്ലാ ദൈവമക്കൾക്കും സാധ്യമായ ഒരു കാര്യമാണ്. ദൈവമക്കളെ, സഹോദരന്മാരെ, നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ള മുമ്പോട്ടുള്ള യാത്രയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ജയകരമായ, പവിത്രമായ, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതത്തിലേക്ക് ലക്ഷ്യം വെച്ച് മുമ്പോട്ട് നീങ്ങാം. അത് ഞാൻ വീണ്ടും പറയട്ടെ, ചുരുക്കം ചിലർക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിൽ പ്രവേശിക്കുവാൻ കഴിയും. ദൈവത്തിന് മുഖപക്ഷമില്ല. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.